എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു റോൾ പ്ലേയുമായിട്ടാണ്. കഴിഞ്ഞ ദിവസം സ്പീക്കിംഗ് എക്സാമിനേഷനിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു ഹോം വിസിറ്റ് റോൾ പ്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒത്തിരി സ്റ്റുഡൻസിന് എങ്ങനെയാണ് ഒരു ഹോം വിസിറ്റ് റോൾ പ്ലേ ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഒത്തിരി സ്റ്റുഡൻസിന് ഉണ്ടായതിനെ തുടർന്നാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഓക്കെ, ആദ്യം തന്നെ ഞങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എൻ്റെ പേര് ദിനോബ്. സോ എല്ലാവരും റെഡിയാണെന്ന് വിശ്വസിക്കുന്നു. Let's start. വെൽക്കം ടു ജിനൂസ് അക്കാഡമി. ഇനി OET ഈസിയായി ക്രാക്ക് ചെയ്യാം. ഓരോ നഴ്സിന്റെയും ലെവൽ അനുസരിച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ടിപ്സ് നൽകിയാണ് ജിനൂസ് അക്കാഡമിയുടെ OET കോച്ചിങ്. ജിനൂസ് അക്കാഡമി, ഒന്നാമതെത്താം, സ്വപ്നങ്ങൾക്കൊപ്പം പറക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റോൾ പ്ലേയിൽ നമുക്കറിയാം ഇതൊരു ഹോം വിസിറ്റ് ആണ്. പേഷ്യൻറ്റിന് 12 ദിവസത്തിന് മുമ്പ് ഒരു സർജറി ഉണ്ടായിരുന്നു. വെറ്റ് റിസെക്ഷൻ സർജറിയാണ്. അപ്പോൾ തന്നെ നമുക്കറിയാം പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കറിയാം, പേഷ്യൻറ്റിൻ്റെ പേര് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന പ്രിപ്പറേഷൻ ടൈമിൽ പേഷ്യൻറ്റിൻ്റെ പേരെന്താണെന്ന് ഇൻ്റർലോക്യൂട്ടറോട് ചോദിക്കാം, അല്ലേ? സോ ഹൗ ക്യാൻ ഐ അഡ്രസ് യു ഡ്യൂറിങ് ദ റോൾ പ്ലേ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളുടെ പേഷ്യൻ്റ് നമുക്കറിയാവുന്ന ആളായതുകൊണ്ട് പേഷ്യൻറ്റിൻ്റെ പേര് നമ്മുടെ പ്രിപ്പറേഷൻ്റെ സമയത്ത് തന്നെ ഇൻ്റർലോക്യൂട്ടറോട് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൗ ക്യാൻ ഐ അഡ്രസ് യു ഡ്യൂറിങ് ദ കോൺവെർസേഷൻ. പിന്നെ നമ്മുടെ റോൾ പ്ലേയിലേക്ക് വരാം. റോൾ പ്ലേയിലെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ നോക്കാൻ നേരത്ത് പേഷ്യൻറ്റിന് 12 ദിവസം മുമ്പ് ഒരു വെറ്റ് റിസെക്ഷൻ സർജറി ഉണ്ടായിരുന്നു. അതിനുശേഷം പുള്ളിക്കാരത്തേക്ക് എവിടെയായിരുന്നു? ഓക്കെ, ഓൺ ദ റൈറ്റ് ലാർജ് ടോ. പുള്ളിക്കാരത്തിയുടെ റൈറ്റ് ലാർജ് ടോയിലാണ് റിസെക്ഷൻ ഉണ്ടായത്. അതിനുശേഷം അവിടെ ഇൻഫെക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ് നമുക്കിതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളവിടെ പേഷ്യൻറ്റിൻ്റെ വൂണ്ട് അസസ്മെൻറ്റിന് വേണ്ടിയിട്ടും കൂടാതെ ഡ്രസ്സിങ് പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നേഴ്സ് പുള്ളിക്കാരത്തിയുടെ ഹോം വിസിറ്റ് നടത്തുന്നത്. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു റോൾ പ്ലേ ആണ് നമ്മൾ ഇന്ന് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൾ റൈറ്റ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പേഷ്യൻറ്റിൻ്റെ വീട്ടിലെത്തി. ആദ്യം തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ പേര് പറയുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്, മൈ നെയിം ഇസ് ദിനോബ് ആൻ്റണി, ഐ എം വൺ ഓഫ് ദി രജിസ്റ്റേർഡ് നഴ്സസ് ഫ്രം ദിസ് ലൊക്കാലിറ്റി എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിൽ നമ്മൾ ഒരാളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്, അല്ലേ? ഒരാളുടെ വീട്ടിലെത്താൻ നേരത്ത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇസ് ദിസ് ദ ഹൗസ് ഓഫ്? ഇവിടെ നമ്മുടെ പേഷ്യൻറ്റിൻ്റെ പേര് ഷാദിയ, മിസ് ഷാദിയ എന്നാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പേഷ്യൻറ്റിൻ്റെ വീട്ടിലെത്തുമ്പോൾ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യം, ഇസ് ദിസ് ദ ഹൗസ് ഓഫ് ഷാദിയ? ഇസ് ദിസ് ദ ഹൗസ് ഓഫ് ഷാദിയ? ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനുശേഷം പേഷ്യൻറ്റിൻ്റെ വീട് തന്നെയാണോ എന്ന് നമ്മൾ കൺഫേം ചെയ്യുകയാണ്. അതായത് ഇസ് ദിസ് ദ ഹൗസ് ഓഫ് ഷാദിയ. അതിനുശേഷം നമ്മൾ പറയുകയാണ്, അപ്പോൾ ഇൻ്റർലോക്യൂട്ടർ പറയുക, യെസ് ദിസ് ദ ഹൗസ് ഓഫ് ഷാദിയ. എന്നിട്ട് നമ്മൾ കൺഫേം ചെയ്യുകയാണ്, ആം ഐ ടോക്കിംഗ് ടു മിസ് ഷാദിയ? ആം ഐ ടോക്കിംഗ് ടു മിസ് ഷാദിയ? ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഷാദിയാണോ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് നമ്മൾ ചോദിക്കുന്നത്, കാരണം നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? ആൻഡ് വി ആർ ആസ്കിങ് ദിസ് അറ്റ് ദ ടൈം ഓഫ് ദാറ്റ് ആക്ഷൻ. നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ആം ഐ ടോക്കിംഗ് ടു മിസ് ഷാദിയ? അപ്പോൾ അവർ പറയും യെസ് ഐ ആം ഷാദിയ എന്നവർ പറയും. അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, ഇസ് ദിസ് ദ റൈറ്റ് ടൈം ടു ടോക്ക് വിത്ത് യു? ഇസ് ദിസ് ദ റൈറ്റ് ടൈം ടു ടോക്ക് വിത്ത് യു? അതായത് ഈ സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ, ചിലപ്പോൾ അവർ ബിസിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ചോദിക്കാം ഇസ് ദിസ് എന്നൊക്കെ അറിയാനായിട്ട്. അതൊരു കോമൺ മാനേഴ്സാണ്. ഒരാളുടെ വീട്ടിൽ ചെല്ലാൻ നേരത്ത് ആദ്യം തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനുശേഷം അവരുടെ വീട് അത് തന്നെയാണോ എന്ന് ചോദിക്കുക. നമ്മൾ സംസാരിക്കുന്ന ആൾ തന്നെയാണോ? അതുകൊണ്ടാണ് നമ്മൾ ചോദിച്ചത് ആം ഐ ടോക്കിംഗ് ടു മിസ് ഷാദിയ. അവസാനം നമ്മൾ ചോദിക്കുകയാണ്, ഹൈ ഷാദിയ, ഇസ് ദിസ് ദ റൈറ്റ് ടൈം ടു ടോക്ക് വിത്ത് യു? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും മനസ്സിലായല്ലോ, അല്ലേ? ഓൾ റൈറ്റ്. അപ്പോൾ അവർ പറയും യെസ് യു ആർ ടോക്കിംഗ്, ഐ ആം ഷാദിയ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അവരുടെ പേര് ചോദിച്ചു, നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആളെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു, ഐഡൻറ്റിഫൈ ചെയ്തു, അവരുടെ കൺവീനിയൻസ് നമ്മൾ ചോദിച്ചു. കൺവീനിയൻസ് ചോദിക്കുകയാണ്, ഇസ് ദിസ് എ റൈറ്റ് ടൈം ടു ടോക്ക് വിത്ത് യു? ഓക്കെ, ഇവിടെ നമ്മുടെ ഇൻട്രഡക്ഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ചോദിച്ചു. ഇനി നമ്മുടെ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനായിട്ട് നമുക്ക് കിട്ടിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ പേഷ്യൻ്റ് 12 ദിവസം മുമ്പ് പേഷ്യൻറ്റിന് വെറ്റ് റിസെക്ഷൻ എന്നൊരു സർജറി ഉണ്ടായി. അതിനുശേഷം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പേഷ്യൻറ്റിൻ്റെ വൂണ്ട് അസസ്മെൻറ്റിന് വേണ്ടിയും ഡ്രസ്സിങ് നൽകുന്നതിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം നമുക്ക് ആദ്യം തന്നെ പേഷ്യൻറ്റിനോട് പറയാം. ഹായ് മരിയ,
ഐ ഹാവ് ലേൺ ദാറ്റ്. ഇവിടെ നമ്മൾ പറയുന്ന ഒരു ഫ്രേസാണ് ഐ ഹാവ് ലേൺ ദാറ്റ്. അത് പറയാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് വേണമെങ്കിൽ പറയാം ഐ കെയിം ടു നോ ദാറ്റ്. കേട്ടോ, ഐ കെയിം ടു നോ ദാറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസാണ് ഐ ഹാവ് ലേൺ ദാറ്റ്. ഐ ഹാവ് ലേൺ ദാറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു എന്നല്ല, ഞാൻ മനസ്സിലാക്കി എന്നുള്ളൊരു അർത്ഥത്തിലാണ് ആ ഫ്രേസ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ലേൺ ദാറ്റ് യു ഹാഡ് എ ബെഡ് റിസഷൻ സർജറി 12 days ago. You had a bed recession 12 days ago and I have come here for the wound management. അല്ലെങ്കിൽ പറയാം ടു അസസ് യുവർ വൂണ്ട്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ വൂണ്ട് അസസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം പേഷ്യൻറ്റിൻ്റെ ഡ്രസ്സിങ്, ടു പ്രൊവൈഡ് ഡ്രസ്സിങ്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം മിസ് ഷാദിയ, ഐ ഹാവ് ലേൺ ദാറ്റ് യു ഹാഡ് എ ബെഡ് റിസഷൻ 12 days ago ആൻഡ് ഐ ഹാവ് കം ഹിയർ ടു അസസ് യുവർ വൂണ്ട്. ആദ്യത്തെ കാര്യം ടു അസസ് യുവർ വൂണ്ട് ആൻഡ് ടു ചേഞ്ച് യുവർ ഡ്രസ്സിങ്. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ പേഷ്യൻ്റ് പറയും ദാറ്റ്സ് ഫൈൻ എന്നൊക്കെ അവർ പറയും, ദാറ്റ്സ് ഓക്കെ, ഐ ആം റെഡി ഫോർ ദാറ്റ് എന്നൊക്കെ അവർ പറയും. ഇവിടെ നമ്മുടെ ആദ്യത്തെ ടാസ്കിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ ടാസ്ക് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് അബൌട്ട് the patient's general daily habits after the operation. Did the patient take rest adequately എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പേഷ്യൻറ്റിൻ്റെ ജനറൽ ഡെയിലി ഹാബിറ്റ്സിനെ കുറിച്ച് നമ്മൾ ചോദിക്കുകയും ചെയ്യണം. പേഷ്യൻ്റ് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുന്നുണ്ടോ എന്ന കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ കാര്യം നമുക്ക് എങ്ങനെ ചോദിക്കാം? ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 സ്ട്രക്ചറുകളാണ്. ഡു യു എന്ന് ചോദിച്ചിട്ട് നമുക്ക് സ്ട്രക്ചർ തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം ആർ യു ഏബിൾ ടു ടേക്ക് ഇനഫ് റെസ്റ്റ്. അല്ലെ പറയാം ഡു യു ടേക്ക് ഇനഫ് റെസ്റ്റ്. ഇതിൽ ആദ്യത്തെ ടാസ്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ പേഷ്യൻറ്റ് ജനറൽ ഡെയിലി ഹാബിറ്റ്സ്. പേഷ്യൻറ്റിൻ്റെ ജനറൽ ഡെയിലി ഹാബിറ്റ്സിനെ കുറിച്ച് അറിയണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളത് പെർമിഷൻ എടുക്കുകയാണ്. നൗ ഐ വുഡ് ലൈക്ക് ടു നോ അബൌട്ട് യുവർ ജനറൽ ഹാബിറ്റ്സ് after surgery. I would like to know about your general habits after surgery. അല്ലെ നിങ്ങൾ ചോദിക്കാം could you please tell me about your daily habits after the surgery. ഇങ്ങനെയും നിങ്ങൾക്ക് ചോദിക്കാം. എന്നിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് do you take enough rest അല്ലെങ്കിൽ are you able to take enough rest എന്ന് നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കുകയാണ്. അപ്പോൾ പേഷ്യൻ്റ് പറയും എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. ആക്ച്വലി ദ ഡോക്ടർ ഹാഡ് അഡ്വൈസ് മീ ടു ടേക്ക് ഇനഫ് റെസ്റ്റ്. അങ്ങനെയാണ് നമ്മുടെ റോൾ പ്ലേയിൽ ഷാദിയ പറഞ്ഞത്. ദ ഡോക്ടർ ഹാഡ് ആസ്ക് മീ ടു ടേക്ക് ഇനഫ് റെസ്റ്റ് ബട്ട് ഐ കുഡിൻ ബിക്കോസ് അവരെന്തെങ്കിലും റീസൺ പറയും ഐ ആം വർക്കിംഗ് ഇൻ സംവെയർ ആൻഡ് ഐ ഹാവ് സം അതർ തിങ്സ് ടു ലുക്ക് ആഫ്റ്റർ എന്നൊക്കെ അവർ പറയുമായിരിക്കും. അപ്പോൾ നമ്മൾ പറയുകയാണ് ഐ ആം എക്സ്ട്രീംലി സോറി ടു ഹിയർ ദാറ്റ് എന്ന് നമ്മൾ പേഷ്യൻറ്റിനോട് പറയണം. കാരണം പേഷ്യൻറ്റിന് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മളവർ പറയാം ഐ സീ മിസ് ഷാദിയ ആൻഡ് ഐ ആം എക്സ്ട്രീംലി സോറി ടു ഹിയർ ദാറ്റ്. അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിനോട് പെർമിഷൻ ചോദിക്കുകയാണ്. അവരുടെ വൂണ്ട് അസസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ചോദിക്കുകയാണ്. സോ ക്യാൻ ഐ അസസ് യുവർ വൂണ്ട് നൗ? വുഡ് യു മൈൻഡ് ഇഫ് ഐ അസസ് യുവർ വൂണ്ട് നൗ? വുഡ് യു മൈൻഡ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമോ ഇഫ് ഐ അസസ് യുവർ വൂണ്ട് നൗ എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ആ പേഷ്യൻ്റ് പറയും ഓൾ റൈറ്റ്, പേഷ്യൻ്റ് സമ്മതിച്ചു. അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിൻ്റെ വൂണ്ട് പരിശോധിക്കുകയാണ്. വൂണ്ട് പരിശോധിക്കുന്നതിനായിട്ട് നമ്മളൊരു ചെറിയൊരു പോസ് നമ്മുടെ കോൺവെർസേഷനിൽ നമ്മൾ വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയുകയാണ് ആൻഡ് ഐ ഹാവ് എക്സാമിൻഡ് യുവർ വൂണ്ട്. അല്ലെ പറയാം ഐ ഹാവ് അസസ് യുവർ വൂണ്ട് ആൻഡ് I can see some redness, swallowing and pus on your wound and it seems like എന്ന് പറയാൻ നേരത്ത് അങ്ങനെയാണ് തോന്നപ്പെടുന്നത്. It seems like there is an infection on your wound. It seems like അല്ലെ പറയാം and I can find out അല്ലെ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും I can find out some ഇൻഫെക്ഷൻ ഓൺ യുവർ വൂണ്ട് എന്ന് നമ്മൾ പേഷ്യൻറ്റിനോട് പറയുകയാണ്. അപ്പോൾ പേഷ്യൻ്റ് ചിലപ്പോൾ പല രീതിയിലായിരിക്കാം അതിൽ റിയാക്ട് ചെയ്യുന്നത്. ഇവിടെ പേഷ്യൻ്റ് കുറച്ച് കൺസേൺഡ് ആയി, അയ്യോ വൂണ്ട് എന്നാണ് പേഷ്യൻ്റ്, വൂണ്ട് ആയോ എന്ന രീതിയിൽ പേഷ്യൻ്റ് റിയലി ഇസ് ദിസ് വൂണ്ട്? അപ്പോൾ നമുക്ക് പറയാം ഡോണ്ട് വറി മിസ് ഷാദിയ, ആക്ച്വലി ഇറ്റ്സ് ക്വയറ്റ് കോമൺ എന്ന് പറയാൻ നേരത്ത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് സാധാരണ സർജറിക്ക് ശേഷം ഇങ്ങനെയുള്ളൊരു ഇൻഫെക്ഷൻ വരുന്നത്.
കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഇറ്റ്സ് ക്വൈറ്റ് കോമൺ ടു ഹാവ് സം ഇൻഫെക്ഷൻ ആഫ്റ്റർ ദ സർജറി. ഡോണ്ട് വറി ആൻഡ് ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി മാനേജബിൾ. വി വിൽ ഫിക്സ് ഇറ്റ് എന്ന് നമ്മൾ പേഷ്യൻറ്റിനോട് പറഞ്ഞ് പേഷ്യൻറ്റിനെ കൺസോൾ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് അല്ലേ, ഇൻഫെക്ഷൻ ആണ്, പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ ആണെന്ന് പറയാൻ നേരത്തെ തന്നെ പേഷ്യൻറ്റ് ചിലപ്പോൾ സ്വയം കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഷീ മേ ബ്ലെയിം ഹെർ സെൽഫ് ലൈക്ക് ആക്ച്വലി ഐ ആം ദ റീസൺ ഫോർ ദിസ്, ഐ ഷുഡ് ഹാവ് ഗിവൺ സം മോർ കെയർ ടു മൈ വൂണ്ട്. സോ ദേ മേ, അതായത് പേഷ്യൻറ്റ് സ്വയം കുറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിന് റീഅഷ്വറൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ്. ഓൾറൈറ്റ് മിസ് ഷാദിയ, I can understand that you are a bit concerned, but don't worry. As I told you, it can be easily managed. It can be easily managed. And what I would like to say you that such conditions are really common, especially after surgery. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, അല്ലെ ഇപ്പം നമുക്ക് പറയാം, നമ്മുടെ ഒരു സെൽഫ് എക്സ്പീരിയൻസിൽ പറയാം, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹൂം ഐ മീറ്റ് വിത്ത് യുവർ സെയിം കണ്ടീഷൻ ഹാസ് ദ സെയിം എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ കുറച്ചും കൂടി കൂട്ടി പറയാം. അതിനേക്കാളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ദിസ് ഈസ് എ കോമൺ കണ്ടീഷൻ ആഫ്റ്റർ ദ സർജറി, ആഫ്റ്റർ സർജറി. സോ ഡോണ്ട് വറി, ഇറ്റ് ക്യാൻ ബി ഈസിലി ട്രീറ്റഡ് എന്ന് പറഞ്ഞ് നമുക്ക് അവരെ ആശ്വസിപ്പിക്കാം. വി ഗീവ് റീഅഷ്വറൻസ് ടു ദ പേഷ്യൻറ്റ് ബൈ ഗിവിങ് ഓൾ ദീസ്. ഓൾറൈറ്റ്. എന്നിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, എന്ത് തരത്തിലുള്ള ജോലിയാണ് മിസ് ഷാദിയ ചെയ്യുന്നത്? ഇവിടെ ഞാൻ ചോദിക്കുകയാണ്, ഷാദിയ മേ ഐ നോ അബൌട്ട് യുവർ പ്രൊഫഷൻ? അല്ലെ ചോദിക്കാം, വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ, വാട്ട് കൈൻഡ് ഓഫ് ജോബ് ആർ യു ഡൂയിങ് എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ ഷാദിയ പറയുന്നു, ആക്ച്വലി ഐ എം വർക്കിംഗ് ആസ് എ വെയിറ്റേഴ്സ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ നമുക്ക് ഗസ് ചെയ്യാൻ സാധിക്കും. സോ ഇറ്റ് സീംസ് ലൈക്ക് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞൊരു ഫ്രേസ് ആണ് അല്ലേ, ഇറ്റ് സീംസ് ലൈക്ക്, അതായത് സാധ്യതയുണ്ട്. യു ഹാവ് ടു സ്റ്റാൻഡ് ഫോർ എ ലോങ് ടൈം അറ്റ് യുവർ വർക്ക്. നിങ്ങൾ അതിനു വേണ്ടി തന്നെ, ജോലിക്ക് വേണ്ടി തന്നെ ഒത്തിരി നേരം നിന്ന് ജോലി ചെയ്യേണ്ട ഒരാളാണെന്ന് തോന്നുന്നുണ്ട്. ഇറ്റ് സീംസ് ലൈക്ക് യു ഹാവ് ടു സ്റ്റാൻഡ് ഫോർ എ ലോങ് ടൈം അറ്റ് യുവർ വർക്ക്. അപ്പോൾ അവർ സമ്മതിക്കും നമ്മളോട്, യെസ് ദാറ്റ് ഇസ് കറക്റ്റ്, ഐ നീഡ് ടു സ്റ്റാൻഡ് എ ലോട്ട് ഓഫ് ടൈം ഫോർ മൈ വർക്ക്. അപ്പോൾ നമ്മളിവിടെ പറയുന്നൊരു കാര്യമാണ്, മിസ് ഷാദിയ, മോസ്റ്റ് പ്രോബബ്ലി ദിസ് ക്യാൻ ബി ദ റീസൺ ഫോർ യുവർ കണ്ടീഷൻ. ദിസ് ക്യാൻ ബി ദ റീസൺ ഫോർ യുവർ പ്രസൻറ്റ് സിനാരിയോ. ദിസ് ക്യാൻ ബി ആക്ച്വലി യു ഹാവ് ടു ടേക്ക്. അപ്പോൾ ഈ കോണ്ടെസ്റ്റിൽ നമുക്ക് പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുന്നൊരു അഡ്വൈസാണ്. സോ മിസ് ഷാദിയ, actually it's a good idea for you to take some rest from your job, at least for a certain time period. At least your wounds get healed എന്ന് നമുക്ക് പറഞ്ഞ് നമ്മളൊരു അഡ്വൈസ് കൊടുക്കുകയാണ് പേഷ്യൻറ്റിനോട്. ബിക്കോസ് this can be one of the reasons for your condition. അതായത് പേഷ്യൻറ്റിൻ്റെ ഈ ഒത്തിരി നേരത്തെ പേഷ്യൻ്റ് നിൽക്കുന്നതായിരിക്കാം പേഷ്യൻറ്റിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷന് കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുകയാണ്. സോ മിസ് ഷാദിയ, your work, the nature of your work, നിങ്ങളുടെ ജോലിയുടെ സ്വഭാവം can be one of the reasons for your current situation എന്ന് നമ്മൾ അവരോട് പറയുകയാണ്. എന്നിട്ട് വേണമെങ്കിൽ നമുക്കൊരു അഡ്വൈസ് കൊടുക്കാം. So it is a better idea to leave your job at least for a 1 week time എന്ന് നമ്മൾ പറയുകയാണ്. So this time പേഷ്യൻ്റ് നമ്മളോട് ആർഗ്യൂ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അവർ പറയാൻ സാധ്യതയുണ്ട്, ആക്ച്വലി ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഐ നീഡ് ടു ഗെറ്റ് എ ഫാസ്റ്റസ്റ്റ് ഫിക്സ് ഫോർ മൈ കണ്ടീഷൻ. അതായത് എൻ്റെ കണ്ടീഷൻ എത്രയും പെട്ടെന്ന് മാറണം. മേ ബി എന്നിട്ട് ചിലപ്പോൾ അവർ ഡോക്ടർ കൊടുത്ത ആൻറ്റിബയോട്ടിക്സിനെ ബ്ലെയിം ചെയ്യാനും സാധ്യതയുണ്ട്. ഓൾറൈറ്റ്, ആക്ച്വലി ദേ മേ സേ ദാറ്റ് ദ ആൻറ്റിബയോട്ടിക്സ് ദാറ്റ് ഐ ടേക്ക് സീംസ് ടു ബി യൂസ്ലെസ്, ഇറ്റ് ഡസൻറ്റ് ഹാവ് ദാറ്റ് കപ്പാസിറ്റി ടു ക്യൂർ മൈ കണ്ടീഷൻ എന്ന് ചിലപ്പോൾ പേഷ്യൻ്റ് പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ്, മിസ് മരിയ, ദ സെയിം വേ as the medication is important, the way you take rest is also has a great role in the healing process of your wound. At the same time, you need to ensure that you make it in contact with sunlight. And exposed to fresh air. അതായത് അതേസമയം നിങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ വൂണ്ട് മാക്സിമം സൺലൈറ്റ് എക്സ്പോസ്ഡ് ആണ്, അതുകൂടാതെ ഫ്രഷ് ആയിട്ടുള്ള എയർ അതിന് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ അവിടെ ഉറപ്പാക്കണം എന്ന് നമ്മൾ പേഷ്യൻറ്റിനോട് പറയുകയാണ്. അറ്റ് ദ സെയിം ടൈം യു നീഡ് ടു എൻഷുർ ദാറ്റ് യുവർ വൂണ്ട് ഗെറ്റ്
exposed to sunlight. Your wound get exposed to sunlight and it gets enough fresh air for the purpose of healing. For the purpose of healing. അല്ലേ പറയാം, in order to get it healed as soon as possible. In order to get it healed as soon as possible, you need to expose this to sunlight and also with fresh air. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ്സിങ്. ആൻഡ് ഓൾസോ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റ് with attendance of dressing, and you need to get the dressing at certain intervals, and you need to get the dressing at certain intervals. അപ്പോൾ പേഷ്യൻ്റ് അത് സമ്മതിക്കും. മൂന്നാമതായിട്ട് നമ്മുടെ 4ാമത്തെ ടാസ്ക് ആയിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ദ റിസ്ക് ഓഫ് സർക്കുലേഷൻ പ്രോബ്ലം ഫോർ ഡയബറ്റിക്സ് ആൻഡ് സംടൈംസ് ഗ്രേറ്റർ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ. ഇവിടെ നമുക്ക് അപ്പോൾ പേഷ്യൻറ്റിനോട് നമ്മൾ പറയുകയാണ്, ഇവിടെ ഓൾറെഡി നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, പേഷ്യൻ്റ് ഓൾറെഡി ഡയഗ്നോസ് വിത്ത് type 2 ഡയബറ്റീസ്. അപ്പോൾ നമ്മൾ പറയാം, and Miss Shadia, I have also learned that I have come to know that you have been diagnosed with type 2 diabetes. അല്ലെ പറയാം, you have been diagnosed with diabetes. So it is important that you need to control your diabetes, that means sugar levels, at least for the time being, because diabetes can reduce the blood flow in your lower extremities. So the lower, that means the diabetes can affect the circulation of blood, especially to the lower extremities of your body. അതായത് ബ്ലഡ് പ്രഷറിന് എന്ത് ചെയ്യാൻ സാധിക്കും? ബ്ലഡ് പ്രഷർ അല്ല, ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ഡയബറ്റീസ് കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. സോ മിസ് ഷാദിയ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു കൺട്രോൾ യുവർ ഡയബറ്റീസ്, യുവർ ഷുഗർ ലെവൽസ്, as it can affect the blood circulation in your body, especially at lower extremities, which will definitely impact the healing process and the time for your recovery. So it is essential that you need to control your diabetes, അല്ലെങ്കിൽ you need to control your sugar levels for the better recovery എന്ന് നമ്മൾ പറയുകയാണ് പേഷ്യൻറ്റിനോട്. അപ്പോൾ പേഷ്യൻറ്റിന് ചിലപ്പോൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, സോ ഐ നീഡ് ടു നോ ഫർദർ ഡീറ്റെയിൽസ് റിഗാർഡിങ് ദിസ്, സോ ക്യാൻ യു ഹെൽപ്പ് മീ വിത്ത് എ ബ്രോഷർ ഓർ എ ബ്രീഫ്ലെറ്റ് എന്ന് പറയാൻ നേരം നമുക്ക് പറയാം, ഓഫ് കോഴ്സ് ഐ ക്യാൻ നൗ ഇറ്റ് സെൽഫ് ആഫ്റ്റർ ദ ഡ്രസ്സിങ് ഐ ഷാൽ പ്രൊവൈഡ് യു വിത്ത് a brieflet from which you can understand every information regarding diabetes and its effects, and also you can understand different measures അല്ലെങ്കിൽ different ways to control your diabetes. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പേഷ്യൻറ്റിനോട് പറയുകയാണ്. ദെൻ നമ്മൾ ഒന്നുകൂടി ചോദിക്കുകയാണ്, ആർ യു ഏബിൾ ടു ഫോളോ മീ? ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു ഫോളോ മീ. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ നമ്മൾ പറയുന്നുണ്ട് പേഷ്യൻറ്റിന് ഡയബറ്റീസ് ഉണ്ടെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലായി. സോ മിസ് ഷാദിയ, ഐ കെയിം ടു നോ ദാറ്റ് you have been diagnosed with diabetes and it is important for you to regulate at least for this time period for the fastest recovery എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പേഷ്യൻറ്റിന് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പറയുന്നുണ്ട്, this diabetes can reduce the blood flow in your body and it can reduce the healing process, it can even increase the time for recovery എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് പേഷ്യൻറ്റിനോട് പറയാം, ഐ ഹോപ്പ് യു ആർ ഏബിൾ ടു ഫോളോ മീ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് മീ എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പേഷ്യൻറ്റിന് അത് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് പേഷ്യൻറ്റിനോട് ബ്രീഫ്ലെറ്റ് കൊടുക്കാം, അതിൽ നിന്ന് പേഷ്യൻറ്റിന് ഡയബറ്റീസിനെ കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഫൈനലി നമ്മൾ പേഷ്യൻറ്റിനോട് പറയുകയാണ്, ഐ ഹോപ്പ് നൗ ഐ ഹാവ് ക്ലാരിഫൈഡ് ഓൾ യുവർ കൺഫ്യൂഷൻ റിഗാർഡിങ് യുവർ കണ്ടീഷൻ. കണ്ടീഷൻ. അപ്പോൾ പേഷ്യൻ്റ് യെസ് നഴ്സ് ഐ ഹാവ് ലേൺ എന്ന് പറയാൻ നേരത്ത് നമ്മൾ നിർത്തുകയാണ്. സോ താങ്ക് യു മിസ് ഷാദിയ. നൗ ഐ ആം ഗോയിങ് ടു പ്രൊസീഡ് വിത്ത് ദ ഡ്രസ്സിങ് ഓഫ് യുവർ വൂണ്ട്, മേ ഐ? അപ്പോൾ അവർ പറയും യെസ് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ക്ലോസ് ചെയ്യുകയാണ്. സോ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു ഹോം വിസിറ്റിൻ്റെ ഒരു റോൾ പ്ലേ നമ്മൾ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു എവരിവൺ, ഹാവ് എ വണ്ടർഫുൾ ഡേ.